യഥാർത്ഥത്തിൽ വശ്യം എന്ന് പറയുന്ന സാധനം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ഫീൽ ദ എനർജി, ജസ്റ്റ് ഫീൽ ദ എനർജി. മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കും. അല്ല, പഠിപ്പിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അവർക്ക് അത് അങ്ങനെ ഉപയോഗിക്കാൻ. അത് സത്യത്തിൽ ഞങ്ങളത് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കയ്യിൽ ഇതേ പോയിന്റ്, സെൻറ്റർ പോയിന്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എല്ലാ പോയിന്റ്സ് ഒന്ന് കൈയിറപ്പ് ചെയ്യുക. ജസ്റ്റ് ഒരു 1/2 ഫീറ്റ് ഡിസ്റ്റൻസിൽ 2 കൈയൊന്ന് വെച്ച് നോക്കും. ആ വെറുപ്പ് കുറയുന്നതിനനുസരിച്ച് ആളിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവളുടെ കാമുകൻ എന്ന് പറയുന്നത് മറ്റൊരുത്തിൻ്റെ ഭർത്താവാണ്. ഹീലിങ്ങിലെ പ്രൊട്ടക്ഷൻ അധികം ആരും പറഞ്ഞു കൊടുക്കാത്തൊരു രഹസ്യമാണ്. കാരണം എല്ലാവരും പറയും ഹീൽ ചെയ്യുന്നതിന് മുമ്പ് പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ കഴിയൂ, അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിലേക്ക് വരണം എന്നാണ് പലപ്പോഴും പലരും പറയാനുള്ളത്. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റും? കൃത്യമായിട്ട് ജാവനീസിനൊരു സിസ്റ്റം ഉണ്ട്. ഇറ്റ്സ് എ എനർജി ഇൻവോക്കിംഗ്. ആ എനർജി ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഓറ, നമ്മുടെ ചക്രാസ്, നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും, നമ്മുടെ സോൾ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരാളെ ഹീൽ ചെയ്യുന്നത്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മളിലേക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള അറ്റാക്കുകളും സംഭവിക്കില്ല. നമ്മുടെ ഓറ ശക്തമായി കഴിഞ്ഞാൽ അറ്റാക്കുകളൊന്നും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നമ്മുടെ ഒരു 7 days ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഓറ ശക്തമാവും. ഒരു മാഗ്നറ്റിസ്റ്റിൻ്റെ ഓറ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ ആയിരിക്കും. നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളിലും ഇവർ പല കാര്യങ്ങളും ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യാറുണ്ട്. ഇത് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അധികം കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ രീതിയായിരിക്കും പലപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനിൽ നിന്നാണോ ഈ പവർ ഉണ്ടാക്കുന്നത്? നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ അറ്റ്യൂൺമെൻറ്റ്സിലൂടെയാണ് നമ്മൾ എനർജി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അറ്റ്യൂൺമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക്. ദീക്ഷ, അറബിയിൽ നമുക്ക് ഇജാസത്ത് എന്ന് പറയും. ഇതിലൂടെയാണ്. അപ്പം ഞാൻ യൂണിവേഴ്സുള്ളൊരു എനർജി രാഹുലിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ദീക്ഷ അല്ലെങ്കിൽ അറ്റ്യൂൺമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 21 ദീക്ഷകളാണ്. ഒരു 3 ദിവസത്തെ ക്ലാസ് ഫുൾ ദീക്ഷ മാത്രമായിരിക്കും ഉണ്ടാവുക. അത് കൃത്യമായിട്ട് രാഹുൽ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ്. ഇപ്പം ഒരു എനർജി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് പോലും ഞങ്ങൾ റിവീൽ ചെയ്യുള്ളൂ. അതിന് മുന്നേ ആ പേര് നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഒരു ഇൻവോക്കിംഗ് മന്ത്രയുണ്ട്. ആ മന്ത്രയും ഇതേപോലെ തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് അറ്റ്യൂൺമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ മന്ത്രം ഞങ്ങൾ നിങ്ങൾക്ക് ചൊല്ലിത്തരുക. അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്, നോട്ട്സും അയച്ചു തരിക. അതിന് മുന്നേ അത് യൂസ് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ പെർമിഷൻ തരുന്നത് ഞാനല്ല, നിങ്ങൾക്ക് യൂണിവേഴ്സാണ്. ഞാൻ ജസ്റ്റ് ഒരു മീഡിയം മാത്രമാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഹീലിങ്ങിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒരു മീഡിയമാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യും യൂണിവേഴ്സിനോട്, ഇന്ന ആൾക്ക് ഇന്നത് യൂസ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കൊടുക്കണം. അതിനൊരു വലിയ പ്രോസസ്സുണ്ട്. ഓരോരോ അറ്റ്യൂൺമെൻറ്റ്സിന് ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ മന്ത്രയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 20 minutes ഒക്കെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ആ 20 minutes അവർക്ക് അവരെ എനർജി ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പം ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 4 set of energies ആണ്. വ്യത്യസ്ത എനർജികളാണ് ചെയ്യുന്നത്. യെസ്, 20 എനർജികളാണ് കൊടുക്കുന്നത്. ഇത് 20 ഈ ദീക്ഷ എന്ന് പറയുന്നത് എനർജികളാണ്. യെസ്, ഒരു ഇൻവോക്കിംഗ് മന്ത്ര പ്ലസ് 20 എനർജീസ് ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കരുതി എന്തെങ്കിലും മന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് അതായിരിക്കും കൊടുക്കുന്നത്. ഒരിക്കലും അല്ല. ഇറ്റ്സ് എനർജീസ് ആണ്. ഇത് നമ്മൾ അവരിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു 4 sets of energies ആണ്. നമ്മുടെ മനുഷ്യന് ആവശ്യം എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ലവ്, ഹീലിംഗ്, മണി. ഒരു മേജറായിട്ടൊരു സാധനമുണ്ട്, എന്താ അറിയോ? ക്യാൻ യു തിങ്ക്? അതില്ലാതെ നമുക്ക് 11 ദിവസമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഫുഡ്, സ്ലീപ്പ്. യെസ്, ഇതാണ് ആ 4 set of energies. ഈ എനർജീസാണ് ഈ 4 സെറ്റിൽ 20 എനർജീസ്. ഈ ഓരോരോ എനർജീസിനും ഓരോരോ പർപ്പസുകളുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇത് കഴിയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു എനർജിയുമായിട്ട് അവർ സിങ്ക് ആവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നമ്മൾ അറ്റ്യൂൺമെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. ഹീലിങ്ങിന് കൃത്യമായിട്ട് പ്രോസസ്സുകൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
ഞങ്ങൾ കമ്പൽസറി ആയിട്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് 3 ആൾക്കാരെ ഹീൽ ചെയ്യണം. ഹീൽ ചെയ്തിരിക്കണം. ഹീൽ ചെയ്തിരിക്കണം. അല്ലാതെ നിങ്ങൾ 21 ദിവസം കഴിഞ്ഞിട്ട് ഹീൽ ചെയ്യുക അങ്ങനത്തെ പരിപാടി ഞങ്ങൾക്കില്ല. മിനിമം നിങ്ങൾ 3 പേരെ നിങ്ങൾ ഹീൽ ചെയ്യണം 4 ദിവസത്തിനുള്ളിൽ എന്ന് പറയും. അവരത് ഹീൽ ചെയ്യുമ്പോഴേ അവർക്ക് സംശയങ്ങളുണ്ടാവും. അത് നമ്മളോട് വിളിച്ച് ചോദിക്കും. നമ്മൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഹീലേഴ്സാണ്. അവരെ നമ്മൾ കളത്തിലിറങ്ങി കളിപ്പിച്ചിട്ടാണ് അവർ ഹീലേഴ്സ് ആവുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഹീലേഴ്സ് ആവുന്നതല്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. രാഹുൽ എന്നെ എനർജി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അധികം നടന്നിട്ടില്ല. ഓക്കെ, ജസ്റ്റ് രാഹുലിന് കൈ റബ്ബ് ചെയ്യോ. ജസ്റ്റ് കൈ റബ്ബ് ചെയ്തു. ജസ്റ്റ് റബ്ബ് ചെയ്യും. കൈ റബ്ബ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ പോയിൻറ്റ്സില്ലേ ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഒന്ന് അമർത്തുക. എല്ലാ പോയിൻറ്റ്സ്, എല്ലാ കയ്യിൽ ഇതേ പോയിൻ്റ് സെൻറ്റർ പോയിൻ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എല്ലാ പോയിൻറ്റ്സും, എല്ലാ ഹ്യൂമൻ ബോഡിയിലെ എനർജീസ് ഉണ്ട്. ജസ്റ്റ് രാഹുൽ ഒന്നും കൂടി കൈ ഹീറ്റ് ആവുന്നവരെ ഒന്ന് കൈ റബ്ബ് ചെയ്യുക. ജസ്റ്റ് കണ്ണടച്ചു. ജസ്റ്റ് ഒരു 1/2 ഫീറ്റ് ഡിസ്റ്റൻസിൽ 2 കൈ ഒന്ന് വെച്ച് നോക്കി. ജസ്റ്റ് ഒരു 1/2 ഫീറ്റ് ഡിസ്റ്റൻസിൽ 2 കൈ ജസ്റ്റ് ലൂസാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഫീൽ ഇറ്റ്. ജസ്റ്റ് ഫീൽ ദ എനർജി. ജസ്റ്റ് ഫീൽ ദ എനർജി. ജസ്റ്റ് ഫീൽ ഇറ്റ്. രാഹുലിന് കൃത്യമായിട്ട് കയ്യിലിങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫീൽ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഫീൽ ഇറ്റ്. ഫീൽ ചെയ്തോളൂ. ജസ്റ്റ് ആ ബോളൊന്നിങ്ങനെ ജസ്റ്റ് ഒരു കയ്യിലൊരു ബലൂൺ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യാൻ നോക്കിയേ. അപ്പം അത് വീണ്ടും ആ ബോൾ, ഇപ്പം ബലൂണാണെങ്കിൽ അതിങ്ങനെ വീണ്ടും ഇതാവുമല്ലോ. ജസ്റ്റ് ഫീൽ ദ എനർജി. പതുക്കെ ഒന്ന് കണ്ണു പോകാനല്ലേ. എങ്ങനെയുണ്ട്? ഒരു മാഗ്നറ്റ് പോലെ വിഘടിച്ച് ഇത് രാവിലെ പഠിച്ചിട്ടില്ല. ഇത്ര പെട്ടെന്ന് രാവിലെ കിട്ടിയില്ലേ? ഇതേപോലെ ഇതിൻ്റെയൊക്കെ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ കൈ ഫുൾ വൈഡാക്കി കഴിഞ്ഞാൽ രാവിലെ എനർജി ഫീൽ ചെയ്യും. നമ്മൾ ഈ മാഗ്നറ്റിക് ഹ്യൂമൻ ബോഡിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡാണ് രാഹുൽ അപ്പോൾ ഫീൽ ചെയ്തത്. ഇത് ഞാൻ ജസ്റ്റ് രാഹുലിനെ അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ആക്ടിവേറ്റ് ചെയ്തതാണ്. ഞാനൊന്നും കൈ തൊട്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റിട്ടില്ല. ഇതുപോലെ ഓരോരുത്തർക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഹൈ ലെവലിൽ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇത് ജസ്റ്റ് നമ്മളെപ്പോഴും കയ്യിലുണ്ടാകുന്ന ഒരു പ്രഷറോട് ഉണ്ടാകുന്നതല്ലേ അത്? ഒരിക്കലുമല്ല. ഹ്യൂമൻ ബോഡിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മുടെ ഓറ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ആ സാധനത്തിൻ്റെ പ്രഷറാണ് ഇപ്പോൾ രാവിലെ ശരി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊന്ന് കണ്ണടയ്ക്കാതെ തന്നെ എനിക്ക് ഓൾറെഡി എനർജി കയ്യിലോടാവും. നമ്മുടെ സ്റ്റുഡൻസിന് ഇനീഷ്യൽ സ്റ്റേറ്റിലൊക്കെ അവരൊക്കെ കണ്ണടച്ചിട്ടാണ് ചെക്ക് ചെയ്യാറ്. അവർക്കത് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ കയ്യിലെ സാധനം ലോഡാവും. അതാണ് മാഗ്നറ്റിസം. സിമ്പിളായിട്ട് ഞാൻ രാവിലെ ഡെമോ കാണിച്ചു തന്നതാണ്. ഇതാണ് യഥാർത്ഥ ഒരു മനുഷ്യനെ മാഗ്നറ്റ് പോലെ ആക്കുക. യെസ്. ഒരു മനുഷ്യനെ ഭൂമിയിൽ നിന്ന് എന്തും അട്രാക്ട് ചെയ്യാൻ ക്യാപ്പബിളായിട്ട് മാറ്റുക. നിങ്ങൾക്ക് മണി അട്രാക്ട് ചെയ്യാം. ഇത് തന്നെയല്ലേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? ആണ്. പലപ്പോഴും മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യും? രാഹുലിന് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ കാര്യം? മാനിഫെസ്റ്റേഷൻ അറിയില്ലേ? പക്ഷേ എനിക്ക് മാനിഫെസ്റ്റേഷൻ ഞാനങ്ങനെ പഠിക്കാറോ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പക്ഷേ എനിക്ക് ചില സമയത്ത് ഞാൻ ചിന്തിക്കുന്നതല്ല അതേപോലെ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് തന്നെയല്ലേ മാനിഫെസ്റ്റേഷൻ. അതായത് ഒരു കാര്യം എനിക്കിപ്പോൾ ഒരു വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതപ്പോൾ മുന്നിൽ തന്നെ വരും. ഓക്കെ, ഇതാണ് മാനിഫെസ്റ്റേഷൻ. അതിനൊരു കാരണമുണ്ട്. എല്ലാ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അതിയായി ആഗ്രഹിക്കും, തിരിച്ചാഗ്രഹിക്കരുത്. ഞാനൊരു BMW കാർ വാങ്ങും, ഞാനൊരു BMW കാർ വാങ്ങും, BMW കാർ വാങ്ങും. ഞാൻ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ മാനിഫെസ്റ്റ് ചെയ്യും. 5 മിനിറ്റ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, ഇത് വർക്ക് ചെയ്യില്ല. രാഹുൽ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്, തിരിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ രാഹുലിനെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ തിരിച്ച് രാഹുൽ വരൂല എന്ന് ചിന്തിച്ചിട്ടില്ല. അതാണ് മാനിഫെസ്റ്റിംഗ്. നമ്മൾ ചിന്തിക്കുന്നത് റിവേഴ്സ് ചിന്തിക്കരുത്. സംഭവിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതാണ് യഥാർത്ഥ മാനിഫെസ്റ്റിംഗ്. ഞാൻ ഓടി വാങ്ങിയിരിക്കും അല്ലെങ്കിൽ ഞാൻ BMW വാങ്ങിയിരിക്കും, എനിക്കത് വാങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നരുത്. അത് വർക്ക് ചെയ്തോളൂ. അതാണ് മാനിഫെസ്റ്റിംഗ്. ബട്ട് മാഗ്നറ്റിസത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ ബ്ലോക്കേജസ് ഒഴിവാക്കി അത് അട്രാക്ട് ചെയ്യും. ഒരു കാന്തം പോലെ ആക്കുക. ഹ്യൂമൻ ഒരു കാന്തം പോലെ ആക്കുക. അവർക്ക് എന്തും അട്രാക്ട് ചെയ്യാം.
അവർ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്താഗ്രഹിക്കുന്നു അത് അവർ അട്രാക്റ്റ് ചെയ്യും. റിലേഷൻഷിപ്പ്, മണി, ഫോർ എക്സാമ്പിൾ അവർക്കുള്ള ഹെൽത്ത്, അവർക്കുള്ള സൗന്ദര്യം, അവരെന്താഗ്രഹിക്കുന്നു അത് അവർ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഓരോരുത്തരുടെയും മൈൻഡ് വ്യത്യസ്ത മൈൻഡുകളായിരിക്കും. അപ്പോൾ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിക്കില്ല. മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കും. അല്ല, പഠിപ്പിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അവർക്ക് അത് അങ്ങനെ ഉപയോഗിക്കാൻ തോന്നുന്നത്. അത് സത്യത്തിൽ ഞങ്ങളത് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും? ഇപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകൾ ഇല്ല, അതിലൊക്കെ ഈ പറഞ്ഞ പോലെ എനർജീസ് ആണല്ലോ. ആ എനർജീസ് ഒന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കൂല, പഠിപ്പിക്കൂല. പ്യുവർ നല്ല ഡിവൈൻ എനർജി, അത് മാത്രം. അല്ല, ഇതിലിപ്പോൾ റിലേഷൻഷിപ്പ്, ആളുകൾക്കെല്ലാം റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ഈ വശ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കൂടുതലും എനിക്ക് വശ്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളെ ചെയ്യണം, അങ്ങനെ പറഞ്ഞു വരുന്ന കോളുകൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഇപ്പോൾ എനിക്കൊരു കാമുകനുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ ഇഷ്ടമല്ല, അവനെ വശ്യം ചെയ്യണം, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിലൊക്കെ ചിലരത് മോശമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ അവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് വേറെ ആൾ ചെയ്യുമല്ലോ, നമ്മൾ വിടുന്നാൽ മതി, ഇതെല്ലാം നമ്മളിലേക്ക് വരും. അപ്പോൾ അതൊരു നെഗറ്റീവ് ചിന്താഗതിയിലാണ് പലപ്പോഴും അവർ ചിന്തിക്കാറുള്ളത്. ആ രീതിയിൽ ഈ മാഗ്നറ്റിസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ വശ്യം എന്ന് പറയുന്ന സാധനം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെ ഒരാൾക്ക് 90% വെറുപ്പാണ്. അയാളൊന്ന് വശ്യം ചെയ്തിട്ട് നിങ്ങളോട്ട് അട്രാക്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. 50-50 ആണെങ്കിൽ പോസിബിൾ, ചെയ്യാം. ഇതാണ് യഥാർത്ഥത്തിൽ വശ്യത്തിൻ്റെ ഒരു ബേസ്. ആ വെറുപ്പ് കുറയുന്നതിനനുസരിച്ച് ആളിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വശ്യം പോലെ, ഇപ്പം എനിക്കറിയാം, ഞാൻ പലപ്പോഴും കട്ടൻഡറായിട്ട് എന്നെ വിളിക്കുന്ന കേസുകളിൽ, സാറേ എൻ്റെ കാമുകൻ തേച്ചിട്ട് പോയി, എനിക്ക് അവനെ തിരിച്ചു കിട്ടണം. ഞാൻ പറയും സോറി, അത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടി. രണ്ടാമത് ഞാനൊരു സംസാരത്തിന് പോകില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇവളുടെ കാമുകൻ എന്ന് പറയുന്നത് മറ്റൊരുത്തിൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഇവള് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. ഇങ്ങനെയുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ ഈ കേസിൽ വരിക. അപ്പം ഞാൻ പറയും സോറി, ഞാനത് പഠിച്ചിട്ടില്ല, കഴിഞ്ഞല്ലോ. ഇത് നമ്മൾ നശിപ്പിക്കുന്ന ഒരു കുടുംബമല്ല, 2-3 കുടുംബങ്ങളായിരിക്കും നമ്മൾ ഒറ്റയടിക്ക് ബോംബിട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ അഭ്യാസം കൊണ്ട്. ഞാൻ പറയും സോറി, താല്പര്യമില്ല. ചില കേസുകളിൽ ഞങ്ങളടുത്ത് വരുന്നൊരു മേജർ സംഭവമാണ് ചില തേപ്പ് കഥകൾ. അവർക്ക് തേപ്പ് കിട്ടി, എന്നിട്ട് അവന് ഇവളെ വേണ്ട, അല്ലെ ഇവന് അവളെ വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരും. ഈ കേസുകളിൽ ഞങ്ങൾ ഒറ്റ നിലപാടേ പറയാറുള്ളൂ, വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ മക്കളെ വേറെ നോക്ക്, ഇനി അതിൻ്റെ പുറകെ പോയല്ലേ, അല്ല എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതിനൊറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സിമ്പിൾ എക്സാമ്പിളാണ്. ഞങ്ങളൊരു കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്. ഇനി അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ നമുക്ക് ബാധ്യതകളൊന്നുമില്ലല്ലോ, ജസ്റ്റ് എസ്കേപ്പ്. വശ്യം എന്ന് പറയുന്നത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ടൂളാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ടൂളാണ്. എല്ലാ മൊഡാലിറ്റീസിലും വശ്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരും അത്ര സ്ട്രോങ്ങറായിട്ട് ആ സാധനം യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു കാരണമേ ഉള്ളൂ, പല കേസുകളിലും ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ ഫാദറിനോടൊരു പ്രശ്നമുണ്ട്, നമ്മുടെ മദറിനോടൊരു പ്രശ്നമുണ്ട്, ഇതിനും വശ്യം തന്നെയാണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്, നമ്മുടെ ഭാര്യയോടൊരു പ്രശ്നമുണ്ട്, യൂസ് ചെയ്യാം. എനിക്ക് അയൽവാസിയുടെ ഭാര്യയോട്, അതിനും വശ്യം തന്നെയല്ലേ പറയും. അതെ, അവിടെയാണ് ഇത് നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ പഠിച്ചിട്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? അയാൾ അനുഭവിക്കാന്നല്ല, നമ്മൾ ഒരിക്കലും അതിൻ്റെ റെക്കോർഡ് ബുക്ക് വാങ്ങാൻ നമുക്ക് താല്പര്യമില്ല, നമ്മൾ ചെയ്യൂല. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാധനം, ഒരു കത്തി ഒരാളെ കുത്താനും ഉപയോഗിക്കാം, ആപ്പിൾ കട്ട് ചെയ്യാനും ഉപയോഗിക്കാം. ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ഒരാളെ കുത്തുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാ ടൂൾസും. ഇതും അതേപോലെ ഒരു ടൂളാണ്. പിന്നെ ഇറ്റ്സ് എ പവർഫുൾ ടൂൾ, നിങ്ങളെ കാന്തമാക്കി മാറ്റുന്ന ദ മോസ്റ്റ് പവർഫുൾ ടൂൾ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ
ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുതരാൻ പറ്റിയ ഒരു ടൂൾ തന്നെയാണ്. എനിക്ക് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ അച്ചീവ് ചെയ്ത ഓരോരോ കാര്യങ്ങളിലും മാഗ്നറ്റിസം ഉണ്ട്. ഇത് പഠിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച ഓരോരോ സ്റ്റുഡൻസിനും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. എല്ലാ ക്ലാസ്സും അവസാനിക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് പറയുന്നൊരു കോട്ട് ഇതാണ്: നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ. ഒരാൾ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നന്നായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസം ക്ലാസ് അവസാനിപ്പിക്കാറ്. പിന്നെ ബാക്കിയെല്ലാം മുകളിലുള്ള ആളുടെ കളികളാണ്. എന്താണെങ്കിലും ഇപ്പോൾ അങ്ങയോട് സംസാരിക്കുന്ന വേളയിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരാളാണ്. അതും ഹീല് ചെയ്യുന്ന, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന വീട് പോലും എനിക്ക് തന്നെ ആദ്യത്തെ ഒരു പരിചിതമാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ആളിലേക്ക് ഇതെത്താൻ കഴിയട്ടെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. താങ്ക് യു.